ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. കുറച്ച് നാൾക്ക് മുമ്പാണ് സിട്രോൺ എന്ന് പറയുന്ന ഫ്രഞ്ച് ബ്രാൻഡ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. C5 എന്ന് പറയുന്ന ഒരു SUV ആയിട്ടായിരുന്നു അവർ ഇന്ത്യയിലേക്ക് വന്നത്. എന്നാൽ C5 അത്രയ്ക്ക് ആ ഒരു ജനകീയമായ മോഡൽ എന്ന് പറയുന്നില്ല. കാരണം അത്യാവശ്യം ഒരു വില കൂടിയ വണ്ടിയായിരുന്നു C5 എന്ന് പറയുന്നത്. അപ്പം സിട്രോൺ പറഞ്ഞായിരുന്നു ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികൾ അവർ ഇറക്കുമെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് സിട്രോൺ C3 ഇന്ത്യയിൽ വരുമെന്ന് കുറേ നാളായിട്ട് കേൾക്കുന്നതാണ്. നമ്മൾ കുറച്ച് നാളായിട്ട് ആ വണ്ടി ടെസ്റ്റ് ചെയ്യുന്ന സ്പൈ ഷോട്ടുകളും വീഡിയോ കാണുന്നതാണ്. അതിൻ്റെ പ്രൊഡക്ഷൻ റെഡി വേരിയൻ്റ് വരും ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ സിട്രോണിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു അറിയിപ്പ് വന്നിരിക്കുകയാണ്. അതായത് ഈ വരുന്ന ജൂലൈ 20 സിട്രോൺ C3 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നവർ പറഞ്ഞേക്കുന്നത്. ജൂലൈ 1 തന്നെ ഇതിൻ്റെ പ്രീ ബുക്കിംഗ് ആരംഭിക്കുമെന്നും കമ്പനി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വിലയൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. വണ്ടിയുടെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ സിട്രോണിൻ്റെ ആ ഒരു തനതായ ഡിസൈൻ തന്നെ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. PSA ഗ്രൂപ്പിൻ്റെ CMB പ്ലാറ്റ്ഫോമിലായിരിക്കും ഈ വണ്ടി നിർമ്മിക്കാൻ പോകുന്നത്. 90% ലോക്കലൈസ് ചെയ്താണ് വണ്ടി നിർമ്മിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും എന്നാണ് കമ്പനി പറയുന്നത്. വണ്ടിയിൽ ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഡ്യുവൽ ടോൺ കളേഴ്സും ഉണ്ടാവും, മോണോടോൺ കളേഴ്സും ഉണ്ടാവും. നിലവിൽ 4 മോണോടോൺ കളേഴ്സും 2 ഡ്യുവൽ ടോൺ കളേഴ്സും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. മോണോടോൺ കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പോളാർ വൈറ്റ്, സ്റ്റീൽ ഗ്രേ, സെസ്റ്റി ഓറഞ്ച്, പ്ലാറ്റിനം ഗ്രേ, ഇങ്ങനെ 4 മോണോടോൺ കളേഴ്സ് വണ്ടി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പിന്നെ 2 ഡ്യുവൽ ടോൺ കളേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ വൈറ്റ് കളറിലെ വണ്ടിയും ഓറഞ്ച് കളറിലെ റൂഫുള്ളവരുണ്ട്. പിന്നെ ഗ്രേ കളറിലുള്ള വണ്ടിക്ക് ബ്ലാക്ക് കളറിലെ റൂഫുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. വണ്ടിയിൽ ഇനിയും ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കാരണം നമുക്ക് വണ്ടിയിൽ ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് വണ്ടിയുടെ കളറൊക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സ്പ്ലിറ്റ് ആയിട്ടുള്ള ഹെഡ് ലാമ്പും സ്പ്ലിറ്റ് ആയിട്ടുള്ള ഗ്രില്ലൊക്കെയാണ് വണ്ടിയിൽ വരുന്നത്. പിന്നെ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഡ്യുവൽ ടോൺ അലോയ് വീലും വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. റൂഫ് റെയിൽസും പ്ലാസ്റ്റിക് ക്ലാഡിങ്ങൊക്കെ കൊടുത്തതുകൊണ്ട് തന്നെ വണ്ടിയുടെ ആ ഒരു സ്പോർട്ട്നെസ് കൂടുന്നുണ്ട്. പിന്നെ ഒരു സ്ക്വയർ ആയിട്ടുള്ള ആ ഒരു ടൈൽ ലാമ്പാണ് വണ്ടിയിൽ വന്നേക്കുന്നത്. സിട്രോൺ ഈ ഒരു വണ്ടിനെ വിളിക്കുന്നത് ഹാച്ച് ബാക്ക് വിത്ത് എ ട്വിസ്റ്റ് എന്നാണ്. അതായത് ഈ ഒരു വണ്ടി ഒരു ഹാച്ച് ബാക്ക് ക്രോസ് ഓവർ ആണെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. 180 mm വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഹെഡ് ലാമ്പൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ബേസിക് ഹെഡ് ലാമ്പാണ്. പ്രൊജക്ടറോ LED അതേപോലത്തെ കാര്യങ്ങളൊന്നും വേണ്ടില്ല. ഒരു ബേസിക് ആയിട്ടുള്ള ഹെഡ് ലാമ്പാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി വണ്ടിയുടെ ഡിസൈനിലും ആ ഒരു ഫീച്ചേഴ്സിലും ഇൻറ്റീരിയേഴ്സിലും കുറേ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഗ്ലോബലി ഇറക്കുന്ന സിട്രോൺ C3 ആയിട്ട് നമ്മുടെ ഇന്ത്യൻ മോഡലിന് കുറച്ച് മാറ്റങ്ങളൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയേഴ്സിലും ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതായത് ആ ഒരു ഗ്രേ കളറും പിന്നെ വണ്ടിയുടെ ബോഡി കളറും കൂടെ മിക്സ് ചെയ്തൊക്കെ ആയിരിക്കും വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സിൻ്റെ കളർ വരുന്നതെന്നാണ് പറയുന്നത്. C5 പോലത്തെ എയർ വെൻസും കാര്യങ്ങളൊക്കെയാണ്, AC വെൻസും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. അതായത് നമ്മുടെ ആ സിട്രോണിൻ്റെ തനത് ഡിസൈൻ തന്നെയാണ് ഈ വണ്ടിയുടെയും ഇൻറ്റീരിയേഴ്സ് വന്നേക്കുന്നത്. വണ്ടിയിലൊരു 10 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. അതിൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഒരു മൊബൈൽ ഹോൾഡറും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൊബൈൽ വഴിയും കുറേ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സൈഡിലൊരു മൊബൈൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആയിരിക്കും വണ്ടിയിൽ വരുന്നതെന്നാണ് പറയുന്നത്. വണ്ടിയിൽ നോക്കുകയാണെങ്കിൽ മാനുവൽ ആയിട്ടുള്ള AC കൺട്രോളും അതേപോലത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലും കൊടുത്തിട്ടുണ്ട്. വണ്ടിയിൽ 3 USB പോർട്ടുകളുണ്ട്. ഒരെണ്ണം ഫ്രണ്ടിലും 2 പുറകിലോട്ടാണ് കൊടുത്തേക്കുന്നത്. ലെതർ അപ്പോൾസ്റ്ററിയൊക്കെ വണ്ടിയിൽ കാണുമെന്നാണ് പറയുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഹെഡ് റെസ്റ്റുള്ള വണ്ടിയുടെ സീറ്റുകൾക്കൊക്കെ കൊടുത്തേക്കുന്നത്. വണ്ടിയുടെ ആ ഒരു സെൻട്രൽ ആം റെസ്റ്റും അതേപോലത്തെ കാര്യങ്ങളൊന്നും വണ്ടിയിൽ കൊടുത്തിട്ടില്ല. പിന്നെ റിയർ സൈഡിൽ ആ ഒരു പവർ വിൻഡോയുടെ സ്വിച്ച് കൊടുത്തേക്കുന്നത് ഫ്രണ്ട് സീറ്റുകൾക്ക് ഇടയിലായിട്ടാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു റിയർ സീറ്റിൻ്റെ ആ ഒരു പവർ വിൻഡോ എന്ന് പറയുന്നത്. വണ്ടിയുടെ എഞ്ചിൻ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 1.2 ലിറ്റർ NA എഞ്ചിനും വരുന്നുണ്ട്, 1.2 ലിറ്റർ ടർബോ എഞ്ചിനും വരുന്നുണ്ട്. പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ NA എഞ്ചിന് ഏകദേശം 81 bhp പവർ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ടർബോ എഞ്ചിന് ഏകദേശം 109 bhp പവർ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. 5 സ്പീഡ് മാനുവലിലും 6 സ്പീഡ് മാനുവലിലും അവൈലബിൾ ആകുമെന്ന് പറയുന്നുണ്ട്. 7 സ്പീഡ് DCT ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിലവിലിപ്പം മാനുവലിലും മാത്രമേ അവൈലബിൾ ആകുമെന്നാണ് പറയുന്നത്. ഓട്ടോമാറ്റിക്കിനെ കുറിച്ച് ഇപ്പോൾ അവരൊന്നും പറയുന്നില്ല. പിന്നെ ഡീസൽ എഞ്ചിൻ ഓപ്ഷൻസും അവൈലബിൾ അല്ല. പെട്രോളിൽ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ വണ്ടി. വണ്ടിയുടെ പ്രൈസിനെ കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. വണ്ടി നമ്മൾ സൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പഞ്ചിൻ്റെയും ഇഗ്നിസിൻ്റെയും കൂടെ കൂട്ടാവുന്ന വണ്ടിയാണ്. അതേപോലെ തന്നെ വെനുവിൻ്റെയും സോണ്ടിൻ്റെയൊക്കെ ആ ഒരു സെഗ്മെൻറ്റിൽ വേണമെങ്കിലും ഈ വണ്ടി നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ ഒരു വണ്ടിയാണ് ഈ സിട്രോൺ C3 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനി ഇത് നല്ല വാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് ആയിരിക്കും കൊടുക്കുന്നത്. അതായത് ഒരു 6 lakh തൊട്ട് ആ ഒരു 12 ലക്ഷം വരെയോ അങ്ങനെ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും വണ്ടി വരാൻ പോകുന്നത്. കാരണം ആ ഒരു എല്ലാ സെഗ്മെൻറ്റുകളെയും ഉദ്ദേശിച്ചായിരിക്കും ഈ വണ്ടി സിട്രോൺ ഇറക്കാൻ പോകുന്നത്. ആ ഒരു ഇഗ്നിസിൻ്റെയും പഞ്ചിൻ്റെയൊക്കെ സെഗ്മെൻറ്റും സോണ്ടിൻ്റെയും വെനുവിൻ്റെയും ആ ഒരു സെഗ്മെൻറ്റും അങ്ങനെ 2 സെഗ്മെൻറ്റുകൾക്കും കൂടെ ഉദ്ദേശിച്ചായിരിക്കും ഈ ഒരു വണ്ടി കമ്പനി ഇറക്കാൻ പോകുന്നതാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് ഒരു 6 lakh തൊട്ട് 12 lakhനും ഇടയിലൊക്കെ ആയിരിക്കും വണ്ടിയുടെ പ്രൈസ് വരുന്നത്. ആ ഒരു വാസ്റ്റ് റേഞ്ചിലായിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസിൽ വണ്ടി അവൈലബിൾ ആയിരിക്കും എന്നാണ് കരുതപ്പെടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.